1 രാജാക്കന്മാർ അധ്യായം 22. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3-ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊപ്പം റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഇംഗിതമാരായുക. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400ഓളം പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, ഞാൻ റാമോത്ത് ഗിലെയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു, പോവുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, നമുക്ക് കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിഖായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇംലയുടെ മകൻ മിഖായയെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമറിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുമ്പിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കനാനായുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലെയാദിൽ പോയി വിജയം വരിക്കുക. കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൂതൻ ചെന്ന് മിഖായയോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിഖായ പറഞ്ഞു, കർത്താവാണേ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക. കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിഖായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുളി ചെയ്യുന്നതും കേട്ടു. ഇവർക്ക് നാഥനില്ല. ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ തുടർന്നു, കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രവിക്കുക. കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ ആരവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക. നീ വിജയിക്കും. പോയി അങ്ങനെ ചെയ്യൂ. ഇതാ, ഈ പ്രവാചകന്മാരുടെ എല്ലാ അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ
അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിഖായായുടെ അടുത്ത് വന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ച് മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിലിടുക എന്ന് അവനോട് പറയണം. മിഖായ പറഞ്ഞു, നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി. സിറിയ രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട, ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. അവർ യഹോഷാഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി. യഹോഷാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവ് അല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു. എതിർച്ചയാ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടയുടെയും കവചത്തിൻ്റെയും ഇടയിൽ തറച്ചു കയറി. ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. രാജാവിനെ സിറിയക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തനും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി. ആഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമറിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. സമറിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി. കർത്താവ് അരുളി ചെയ്തിരുന്നതുപോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കിക്കുടിച്ചു. വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു. ആഹാബ് ദന്തഗ്രഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ അഹസിയ രാജാവായി. ഇസ്രായേൽ രാജാവ് ആഹാബിൻ്റെ 4-ാം ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. അപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറൂസലമിൽ 25 വർഷം ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവൻ്റെ മാതാവ്. അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു, അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു, എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു. യഹോഷാഫാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും യുദ്ധങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോന്ന ദേവപ്രീതിക്കുള്ള പുരുഷവേശ്യാ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു. ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത്. യഹോഷാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷിഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ എസ്യോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ആഹാബിൻ്റെ പുത്രൻ അഹസ്യ യോഷാഫാത്തിനോട് ചോദിച്ചു, എൻ്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ? യഹോഷാഫാത്ത് സമ്മതിച്ചില്ല.
യഹോഷാഫാത്ത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അവൻ്റെ പുത്രൻ യഹോറാം രാജാവായി. യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ 17-ാം ഭരണവർഷം ആഹാബിൻ്റെ പുത്രൻ അഹസ്യ സമറിയായിൽ ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുത്തു. അവൻ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെയും നെബാത്തിൻ്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറോബോവാമിൻ്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു. അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു. തൻ്റെ പിതാവിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു. Chapter 22. 3 years passed without war between Aram and Israel. In the 3rd year, however, King Jehoshaphat of Judah came down to the king of Israel, who said to his servants, "Do you not know that Ramoth-Gilead is ours, and we are doing nothing to take it from the king of Aram?" He asked Jehoshaphat, "Will you come with me to fight against Ramoth-Gilead?" Jehoshaphat answered the king of Israel, "You and I are as one, and your people and my people, your horses and my horses as well." Jehoshaphat also said to the king of Israel, "Seek the word of the Lord at once." The king of Israel gathered together the prophets, about 400 of them, and asked, "Shall I go to attack Ramoth-Gilead, or shall I refrain?" "Go up," they answered. "The Lord will deliver it over to the king." But Jehoshaphat said, "Is there no other prophet of the Lord here whom we may consult?" The king of Israel answered, "There is one other through whom we might consult the Lord, Micaiah son of Imlah, but I hate him because he prophesies not good but evil about me." Jehoshaphat said, "Let not your majesty speak of evil against you." So the king of Israel called an official and said to him, "Get Micaiah son of Imlah at once." The king of Israel and King Jehoshaphat of Judah were seated, each on his throne, clothed in their robes of state, on a threshing floor at the entrance of the gate of Samaria, and all the prophets were prophesying before them. Zedekiah son of Kenaanah made himself horns of iron and said, "The Lord says, with these you shall gore Aram until you have destroyed them." The other prophets prophesied in a similar vein, saying, "Go up to Ramoth-Gilead. You shall succeed. The Lord will deliver it over to the king." The messenger who had gone to call Micaiah said to him, "Look now, the prophets are unanimously predicting good for the king. Let your word be the same as any of theirs. Predict good." "As the Lord lives," Micaiah answered, "I shall say whatever the Lord tells me." When he came to the king said to him, "Micaiah, shall we go to fight against Ramoth-Gilead, or shall we refrain?" "Go up," he answered, "you shall succeed. The Lord will deliver it over to the king." But the king answered him, "How many times must I adjure you to tell me nothing but the truth in the name of the Lord?" So Micaiah said, "I see all Israel scattered on the mountains, like sheep without a shepherd, and the Lord saying, 'These have no master, let each of them go back home in peace.'" The king of Israel said to Jehoshaphat, "Did I not tell you he prophesies not good but evil about me?" Micaiah continued, "Therefore hear the word of the Lord. I saw the Lord seated on his throne, with the whole host of heaven standing by to his right and to his left. The Lord asked, 'Who will deceive Ahab, so that he will go up and fall at Ramoth-Gilead?' And one said this, another that, until one of the spirits came forth and presented himself to the Lord, saying, 'I will deceive him.' The Lord asked, 'How?' He answered, 'I will go forth and become a lying spirit in the mouths of all his prophets.' The Lord replied, 'You shall succeed in deceiving him. Go forth and do this.' So now the Lord has put a lying spirit in the mouths of all these prophets of yours, but the Lord himself has decreed evil against you." Thereupon Zedekiah son of Kenaanah came up and slapped Micaiah on the cheek, saying, "Has the Spirit of the Lord then left me to speak with you?
"You shall find out," Micaiah replied, "on that day when you retreat into an inside room to hide." The king of Israel then said, "Seize Micaiah and take him back to Ammon, prefect of the city, and to Joash the king's son, and say, 'This is the king's order. Put this man in prison and feed him scanty rations of bread and water until I return in safety.'" But Micaiah said, "If ever you return in safety, the Lord has not spoken through me." The king of Israel and King Jehoshaphat of Judah went up to Ramoth-Gilead, and the king of Israel said to Jehoshaphat, "I will disguise myself and go into battle, but you put on your own clothes." So the king of Israel disguised himself and entered the fray. In the meantime the king of Aram had given his 32 chariot commanders the order, "Do not fight with anyone at all except the king of Israel." When the chariot commanders saw Jehoshaphat, they cried out, "That must be the king of Israel," and shifted to fight him. But Jehoshaphat shouted his battle cry, and the chariot commanders, aware that he was not the king of Israel, gave up pursuit of him. Someone, however, drew his bow at random and hit the king of Israel between the joints of his breastplate. He ordered his charioteer, "Rein about and take me out of the ranks, for I am disabled." The battle grew fierce during the day, and the king, who was propped up in his chariot facing the Arameans, died in the evening. The blood from his wound flowed to the bottom of the chariot. At sunset a cry went through the army, "Every man to his city, every man to his land, for the king is dead." So they went to Samaria, where they buried the king. When the chariot was washed at the pool of Samaria, the dogs licked up his blood, and harlots bathed there, as the Lord had prophesied. The rest of the acts of Ahab, with all that he did, including the ivory palace and all the cities he built, are recorded in the book of the Chronicles of the Kings of Israel. Ahab rested with his ancestors, and his son Ahaziah succeeded him as king. Jehoshaphat, son of Asa, began to reign over Judah in the 4th year of Ahab, king of Israel. Jehoshaphat was 35 years old when he began to reign, and he reigned 25 years in Jerusalem. His mother's name was Azubah, daughter of Shilhi. He followed all the ways of his father Asa unswervingly, doing what was right in the Lord's sight. Nevertheless, the high places did not disappear, and the people continued to sacrifice and to burn incense on the high places. Jehoshaphat also made peace with the king of Israel. The rest of the acts of Jehoshaphat, with his prowess, what he did and how he fought, are recorded in the book of the Chronicles of the Kings of Judah. He removed from the land the rest of the cult prostitutes who had remained in the reign of his father Asa. There was no king in Edom, but an appointed regent. Jehoshaphat made Tarshish ships to go to Ophir for gold, but in fact the ships did not go because they were wrecked at Ezion-Geber. Then Ahaziah son of Ahab said to Jehoshaphat, "Let my servants accompany your servants in the ships." But Jehoshaphat would not agree. Jehoshaphat rested with his ancestors. He was buried in his forefather's city of David. His son Jehoram succeeded him as king. Ahaziah, son of Ahab, began to reign over Israel in Samaria in the 17th year of Jehoshaphat, king of Judah. He reigned 2 years over Israel. He did evil in the sight of the Lord, behaving like his father, his mother, and Jeroboam, son of Nebat, who caused Israel to sin. He served and worshipped Baal, thus provoking the Lord, the God of Israel, just as his father had done.